നീതിന്യായ സംവാദങ്ങളുടെ കേന്ദ്രമായ പാർലമെന്റ് വീണ്ടും രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാവുകയാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ പാർട്ടികൾ അവിശ്വാസ പ്രമേയത്തിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായാണ് വിവരം. സഭയുടെ അന്തസ്സിനും നീതിക്കും നിരക്കാത്ത രീതിയിലാണ് സ്പീക്കർ പെരുമാറുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന പരാതി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ഗാൽവൻ അതിർത്തി തർക്കം ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ ചർച്ച തടസ്സപ്പെടുത്തുന്നു എന്നും ആരോപണമുയരുന്നുണ്ട്. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ലോക്സഭയിൽ വരേണ്ടതില്ലെന്ന് സ്പീക്കർ ഉപദേശിച്ചുവെന്ന വെളിപ്പെടുത്തൽ വൻ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. പ്രതിപക്ഷത്തെ വനിതാ എംപിമാർ പ്രധാനമന്ത്രിയെ തടഞ്ഞേക്കാം എന്നാരോപിച്ചായിരുന്നു സ്പീക്കറുടെ ഈ മുൻകരുതൽ. ഇത് എംപിമാരെയും പ്രതിപക്ഷത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറയുന്നത്. NK പ്രേമചന്ദ്രൻ, KC വേണുഗോപാൽ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ സ്പീക്കറുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇതിനോടകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഭൂരിപക്ഷമില്ലെങ്കിലും സ്പീക്കറുടെ ഏകാധിപത്യപരമായ രീതികൾക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ താക്കീതായി ഈ അവിശ്വാസ പ്രമേയത്തെ മാറ്റാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഈ നീക്കം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കും എന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.